ഗൃഹലക്ഷ്മിയിൽ നിന്നും കലാദേവി വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 9 കണ്ടസ്റ്റൻസ് ആണുള്ളത്. ഈ 9 കണ്ടസ്റ്റൻസിൽ നിന്ന് എത്ര പേർ പോകുന്നു ഇപ്പോഴും അറിയില്ല. ഇനി വിളിക്കാൻ പോകുന്നത് സെക്കൻഡ് ലോവസ്റ്റ് മാർക്കുള്ള കണ്ടസ്റ്റന്റിനെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറിറ്റും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയുമായ സെലീനയാണ് സെക്കൻഡ് ലോവസ്റ്റ് മാർക്ക് മേടിച്ചിരിക്കുന്നത്. സോ പ്ലീസ് വെൽക്കം സെലീന. സെലീന ചേച്ചി ഇവിടെ നിൽക്കേണ്ടി വന്നത് ഒരു റൗണ്ട് കാരണമാണ്. അതേത് റൗണ്ടാണെന്നറിയും? സ്റ്റൈൽ മൈ ഹോം തന്നെയാണ്. സ്റ്റൈൽ മൈ ഹോമിന് കലാദേവിക്കും കുറഞ്ഞിരുന്നു. കലാദേവിക്ക് 73 മാർക്കുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്ക് സ്റ്റൈൽ മൈ ഹോമിന് 70 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റൗണ്ടാണ് ചേച്ചിയെ എലിമിനേഷൻ റൗണ്ടിലേക്ക് ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ചേച്ചിയുടെ മാർക്ക് 243 ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ അത് കൂടി 257 ആയി. എങ്കിലും ടോട്ടൽ സ്കോറ് സെക്കൻഡ് ലോവസ്റ്റ് ആയിരുന്നു. അതായത് 500 ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കേണ്ടി വന്നത് അല്ലേ? ചേച്ചി പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല, പക്ഷേ വിഷമവുമില്ല. കാരണം പിന്നെ ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. പക്ഷെ എനിക്കിതിൽ 10 പേരിൽ ഒരാളാവാൻ കഴിഞ്ഞില്ലേ? ഞാൻ എൻ്റെ അടുത്ത് കഴിവുകളുള്ളത് കൊണ്ടാണല്ലോ ഇവരെന്നെ ഇവിടെ വരെ വരുത്തിയത്. അത് തീർച്ചയായും അത് തന്നെയാണ്. അപ്പോൾ ഇതല്ല എൻഡ്. സെലീന ചേച്ചി ഈ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയപ്പോൾ സെലീന ചേച്ചി ശരിക്കും നല്ലോണം പെർഫോം ചെയ്തെന്ന് തന്നെ പറയാം. 2 ടാസ്കിന് 90 എബവ്, ഒന്നിന് 97ഉം ഒന്നിന് 93ഉം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റൈൽ മൈ ഹോം വന്നപ്പോൾ കുത്തനെ ഇറങ്ങിപ്പോയി. ശരിയാണ്, 70 മാർക്കിൽ എത്തിപ്പറ്റി അല്ലേ? ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ? ഹാഫ് ടൈമിന് മുമ്പ് തന്നെ തീർത്തു, ഒന്നും ചിന്തിച്ചില്ല, ഇത്രയൊക്കെ മതിയല്ലോ എന്നുള്ള ഒരു ഈസി ഗോ മെത്തേഡ് വന്നു. ആ ഒരു തോട്ട് എല്ലാം തകിടം മറിച്ചു. ഒരു ചെറിയ സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലേ? അന്ന് ആ ദിവസം ആ നിമിഷം വ്യക്തമായിട്ടൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ അല്ലേ? അല്ല, അത് സാരമില്ല. കാരണം നമ്മൾക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കഴിവുകളെ പരമാവധി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ ബാക്കിയൊക്കെ വിധി പോലെയാണ്. ഞാൻ അള്ളാഹുവിൽ വളരെയധികം വിശ്വസിക്കുന്നവളാണ്. വിധിയിൽ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ആ സ്റ്റൈൽ മൈ ഹോം എന്തുകൊണ്ടാണ് ചേച്ചിനെ ഇവിടെ എത്തിച്ചതെന്ന് കണ്ടിട്ട് വരാം. പ്രേക്ഷകർക്കും ഒന്നുകൂടെ കാണാനൊരു അവസരം. സെലീന ചേച്ചി ഇപ്പം കണ്ടല്ലോ സ്റ്റൈൽ മൈ ഹോം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ചെന്ന്. ഇനി നമുക്ക് ജഡ്ജസിനടുത്ത് ചോദിക്കാം. കൃഷ്ണമാറേട്ടാ, എനിക്ക് ഏറ്റവും ഇപ്പോൾ വിഷമത്തെക്കാളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരിൽ വരുന്ന മാറ്റം. സെലീന തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റേജിൽ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിൽ വന്നപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ സെലീന ആയിരുന്നെങ്കിൽ ഇന്ന് ഡെഫിനറ്റ്ലി കണ്ണീര് വരുമായിരുന്നു. ഇന്ന് വളരെ കാഷ്വലായിട്ടും ധൈര്യമായിട്ടും എല്ലാം സെലീന എന്താ പറഞ്ഞത്? വിധി പോലെ. കാരണം ഇതുവരെ ജീവിതത്തിൽ ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഇതെല്ലാം എങ്ങനെയോ സംഭവിച്ചത്. ഇവിടെ നമ്മളൊന്ന് ഇരിക്കാനും പരിചയപ്പെടാനും ഒക്കെ ഇതിനെല്ലാത്തിനും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഞാൻ അതിനോട് വളരെയധികം യോജിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ചതും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നൊക്കെ ഇരുന്ന് വിഷമിച്ചു. 10ാം ക്ലാസ്സിൽ വളരെ മാർക്ക് കുറവ്, അന്ന് വിഷമിച്ചു. ഓരോ സ്റ്റേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ വിഷമങ്ങൾ ഇല്ല. ചെറിയ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, കാരണം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് വിഷമിച്ച് എന്തിനാണെന്ന് ഓർത്ത് ചിരിച്ചു പോകുക. കാരണം അന്ന് അവിടുത്തെ ഒരു ചെറിയ പരാജയം ഒന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഒരു പടിയാണ് നമ്മളെ നമ്മളിങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നത്. എന്നും ഉയർച്ച മാത്രമേ തന്നുള്ളൂ. അതുകൊണ്ട് കടന്നുപോയ സംഭവങ്ങളും കടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം നമുക്ക് സന്തോഷമാണ് എന്ന് ഓർത്താൽ സന്തോഷം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇവിടം വരെ വന്നില്ലേ, 10 പേരിൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞാൽ തന്നെ നേരെ പോകുന്നു മകളുടെ കല്യാണം, പിന്നെ ഇതിനിടയിൽ മകൻ്റെ ഉയർന്ന വിജയം,
ഇതെല്ലാം അപ്പോൾ ആ സന്തോഷവും ഇത് കണ്ട് ദുഃഖിക്കാനും പറ്റത്തില്ല. എല്ലാത്തിലും സന്തോഷം. നമ്മൾ നടുക്കൂടി പോകുന്നതാണ് നല്ലത്. അങ്ങേയറ്റം ദുഃഖവും അങ്ങേയറ്റം സന്തോഷവും വരണ്ട. എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യമാണ്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞതിൽ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗീതാഞ്ജലി മാം. സെലീന വളരെ ദൂരെ ഇരുന്ന്, ഏറ്റവും കൂടുതൽ ദൂരെ ഇരുന്ന് യാത്ര ചെയ്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻറ്റ്. പിന്നെ പലപ്പോഴും നല്ല പെർഫോം ചെയ്തില്ലെങ്കിലും ആ കോൺഫിഡൻസ് കൈവിടാതെ, ചില സമയങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയെങ്കിലും ആ കോൺഫിഡൻസ് കൈവിടാതെ ഇരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടെയാണ്. ഈ യാത്ര ചെറുതാണെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല ന്യൂസ് ഇല്ലെങ്കിൽ വിശേഷങ്ങൾ നമുക്ക് അറിയിക്കാൻ പറ്റിയത് കൂടെ സെലീനയാണ്. മകന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയതും ഇനി വരാൻ ഇരിക്കുന്ന കല്യാണം അല്ലേ, ഇത്തരം വിശേഷങ്ങൾ അറിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഒത്തിരി വലിയ ദൗത്യങ്ങൾ സെലീനയെ കാത്തിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. രഞ്ജിനി ചേച്ചി. സെലീന നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞത് കറക്റ്റാണ്. ആദ്യത്തെ റൗണ്ടിൽ കണ്ട സെലീന വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എപ്പോഴും കരയും അല്ലേ? ഇപ്പോൾ കണ്ടോ, ഒരു പ്രശ്നവും ഇല്ല, ചിരിച്ചു കൊണ്ടേയിരിക്കുക എന്നെ പോലെ. ഓ, അപ്പോൾ എൻ്റെ ഇത് പിടിച്ചു അല്ലേ, എൻ്റെ ഡിസീസ്. അല്ല, രഞ്ജിനി ചേച്ചി കരഞ്ഞാലും ഔട്ടാവും, ചിരിച്ചാലും ഔട്ടാവും. അതാണ് അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സെലീന ഈ പ്രോഗ്രാമിൽ വന്നിട്ട് എക്സലൻറ്റ് കുക്ക്, വെറൈറ്റി ഓഫ് ഫുഡ് കുക്ക് ചെയ്തല്ലേ, അത് ഒരു നല്ല ഒരു ഇതല്ലേ, എക്സിബിറ്റ് ചെയ്തു. എനിക്ക് ഇത്രയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റും, ഇത്ര ഡിഷസ് ഒറ്റയ്ക്ക്, അതും ഫാസ്റ്റായിട്ട്, റൈറ്റ്? എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ അട. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു രഞ്ജിനി ചേച്ചി. പ്രവീണ ചേച്ചി. സാധാരണയായ ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു വലിയ മാറ്റം സെലീനയ്ക്ക് ഈ ഒരു ചുരുങ്ങിയ പീരീഡിനുള്ളിൽ സംഭവിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇവരെല്ലാവരും പറയുന്നത്, നിങ്ങളത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയെന്നാണ്. നല്ല മാറ്റം, വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ നല്ല മാറ്റമാണ് ചെറിയ പീരീഡിനുള്ളിൽ. അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു. ശരിക്കും ജീവിതത്തിൽ നമ്മളൊക്കെ ഇത്രയും വർഷം ജീവിച്ച് ഓരോരോ തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും മറ്റുള്ളത് കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞും ഒക്കെയാണ് ജീവിതത്തിൽ ഓരോ തെറ്റുകൾ തിരുത്തി നമ്മൾ ഒത്തിരി കറക്റ്റ് നല്ലവരാവുന്നത് അല്ലേ? മാനസികമായും ശാരീരികമായും പ്രവർത്തനങ്ങളുടെ വാക്കുകൾ എല്ലാം. അപ്പം ഈ ഒരു ചുരുങ്ങിയ പീരീഡ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം സെലീനയ്ക്ക് കിട്ടി. ഇത് സെലീന തന്നെ സ്വന്തം വാക്കുകളിലൂടെ പറയൂ, തന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് ഈ ഒരു ഇവിടെ വന്നിട്ട്? അല്ല, ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിഞ്ഞതും 10 പേരിൽ ഒരാളായതും ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം എന്നെ നല്ലൊരു വീട്ടമ്മയായി ഇപ്പൊ ഒരുപാട് പേർ അംഗീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് അംഗീകരിക്കുന്നില്ല എന്നല്ല, നല്ലൊരു ആത്മവിശ്വാസം തോന്നുന്നില്ലേ? കാരണം അതിന്റെ മുമ്പേ ഞാൻ ഇതേപോലെ ആയിരുന്നു. എനിക്കിവിടെ വന്നിട്ട് ഒരു ചേഞ്ചും ഇല്ല. സത്യമാണ്. ഞാൻ എൻ്റെ പറഞ്ഞവരെല്ലാരും കള്ളമാണോ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല. ഇവിടെ വന്നിട്ട് മാറ്റം എന്ന് പറയാൻ ഞാൻ എന്നിൽ ഒരു മാറ്റവും കണ്ടില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് കൂടി എൻ്റെ റിയലായ രീതി. പക്ഷെ സെലീന തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. സെലീനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. വന്ന് നിന്ന് ആദ്യത്തെ വേദിയിൽ കരയുക, നാണം കുണുങ്ങിയായാലും വെറും അങ്ങനെ ഒരു സെലീനെ വളരെ സ്മാർട്ടായ ഇത്രയും വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ഒരു വാക്കുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സെലീന. അതാണ് വന്ന് എല്ലാവരെയും കാണാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിന് വളരെ സന്തോഷം. സെലീന ഈ വേദിയിലേക്ക് ഇങ്ങനെ അടുത്ത് കാണാൻ കിട്ടിയില്ലേ? ശരിയാണ്, അത് ശരിയായിരിക്കാം. പക്ഷെ അത് എനിക്ക് മനസ്സിലാവുന്നില്ല, അതാണ് സത്യം. ശരിയാ, അത് വേറൊരു ഘടകം. എൻ്റെ അടുത്ത് വന്ന് പലരും പറയുന്നു, മാഡത്തിനെ അല്ലെങ്കിൽ പ്രവീണെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ ഭാഗ്യം. അത് വലിയ ഭാഗ്യമാണോ? അത് പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ അപ്പോൾ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ സെലീനയ്ക്ക് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ സെലീനയ്ക്ക് അറിയത്തില്ല, സെലീനയ്ക്ക് ഉണ്ടായ മാറ്റം കേട്ടോ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു ആത്മവിശ്വാസം എപ്പോഴും നിലനിൽക്കട്ടെ. ജയ്ഹിന്ദിന്റെ സർട്ടിഫിക്കറ്റ് ആണത്. ഈ ഒരു സ്നേഹോപഹാരം കൂടെയുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. ആ പോസിറ്റിവിറ്റി ആണ് അല്ലേ, ആ ചിരിയോടെ. ഇതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നതാണ്. എക്സാക്ട്ലി. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ,
സെലീന ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കണമെന്ന് തോന്നിച്ച ഒരു ഘടകം എന്താണ്? ആരെങ്കിലും ഇൻസ്പയർ ചെയ്താണോ? ആരും സപ്പോർട്ടില്ല. സത്യം പറഞ്ഞ ഹസ്ബൻഡും കൂടി ഫസ്റ്റ് എതിർത്തതാണ്. ഇത്രയും ദൂരം തിരുവനന്തപുരത്ത് പോകാൻ കഴിയില്ല എന്നതായിരുന്നു കാരണം. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കുട്ടികളും വലുതായല്ലോ, എല്ലാവരും കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി. ഹസ്ബൻഡ് എന്ത് പറയുന്നു? അപ്പോൾ ഹസ്ബൻഡിന് പിന്നീട് എൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുമായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നില്ലേ ഇത് കേൾക്കുമ്പോഴും ഇതൊക്കെ അനുഭവിക്കുമ്പോഴും? താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് സെലീന. നെക്സ്റ്റ് ഹൂ? ഇപ്രാവശ്യം എലിമിനേറ്റഡ് ആവും അങ്ങ് ഉറപ്പായിരുന്നു. ഈ എലിമിനേഷൻ എന്ന് പറയുന്നത് ആ ദിവസമാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഈനുണ്ടോടി അമ്പിളി ചന്തം ഈനുണ്ടോടി